ജോയി മാത്യു ക്ലബ് എന്നായിരുന്നു, പണ്ട് പൂട്ടി പോയതാണ്. ഫുൾ ലോക്ക്ഡൗൺ. എന്താ സംഭവം എന്നറിയില്ല. സൈഡിലൊരു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ സ്ഥലം. ഒരു ഓഡിറ്റോറിയം. ഇതാണ് ബിൽഡിങ്. ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ പറഞ്ഞത് എന്തോ ജോയ് മാത്യു ക്ലബ് എന്നായിരുന്നു, പൂട്ടിപ്പോയതാണ്. കയറേണ്ട ഒരു സ്ഥലം എന്ന് ഞാൻ പറയൂല, കാരണം എത്തിപ്പെടാൻ കുറച്ച് പാടല്ല, ഒരു സ്റ്റെഞ്ചൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ മമ്മീനെ കാറിലെടുത്തേക്കാം. ശരിക്കും നടന്നിരുന്നെങ്കിൽ നല്ലൊരു സ്ഥലമായിരുന്നു. എന്നെക്കുറിച്ച് കാക്കനാടുള്ള എത്ര പേർക്ക് എന്നെക്കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ സ്ഥലം കാണുവാണെങ്കിൽ ഹ്യൂജ് എന്നൊക്കെ പറയും. അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, പീവർ നോളേജ് ഓഫ് കോൺഫറൻസ് മാനേജ്മെൻറ്റ്, എന്തോ ഫങ്ഷനൊക്കെ കാണുന്നതാണ്. നിറച്ച് ഗ്രാഫിറ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം നേരം നിൽക്കണില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇത് സ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. ഒരു കൺവെൻഷൻ സെൻ്ററാണ് ബേസിക്കലി. ഒരുപാട് ഫ്ലോർ ഉണ്ട് കേട്ടോ, ഒരുപാട് ഫ്ലോർ ഉണ്ട്. വലിയ ഏരിയ ആണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു ബിൽഡിംഗ് ആയിട്ടത് കണ്ടത്. ഇതൊക്കെ കുറേ നാളുമ്പോൾ വെച്ചാന്ന് തോന്നുന്നു, അറിയില്ല എപ്പോഴാണ്. അവിടെ ഒരു ടവർ പോലെയൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തേക്കൊന്നും കയറുന്നില്ല, പൊളിഞ്ഞിരിക്കാന്ന് തോന്നുന്നു. കണ്ടോ, വലിയൊരു ഏരിയ ആണ്. എനിക്കറിയില്ല ഇനിയിപ്പം നൈറ്റൊക്കെ ഈ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ, എനിക്ക് ഗ്രാഫിറ്റി കാറിലൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ജോയിൻ്റ് അടിക്കാനും മറ്റേ അത് ഭയങ്കര മാസീവ് കേട്ടോ. അയ്യോ, ഇവിടെ നിന്നൊക്കെ വീണാൽ തീർന്നു. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാണ്ടിരിക്കണം നല്ലത്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലേ
എന്തെങ്കിലും ഇളകി വീഴുകയോ ഒക്കെ ചെയ്താൽ തന്നെ ആരും അറിയില്ല. അതും ഈ കോമ്പൗണ്ട് ലോക്ക്ഡ് ശരിക്കും, പക്ഷെ എന്നാലും ആൾക്കാർ സൈഡിൽ കൂടി കയറാറുണ്ട്. അധ്യായമാണ് എന്തത്, ബ്ലൂ വെയിൽ ഗെയിമോ? വേറെ ദിവസം മേളിലോട്ടൊക്കെ കയറാം. മേളിലോട്ട് ഒരുപാട് ഫ്ലോർസ് ഉണ്ട്, ഒരുപാട് ഫ്ലോറുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ നാളിപ്പോൾ പണി തുടങ്ങിയിട്ട് പിന്നെ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ. പക്ഷെ ഭയങ്കര എന്തായാലും നല്ലൊരു സ്ട്രക്ചർ കേട്ടോ, നല്ല ഏരിയ ഉണ്ട്. ആൾക്കാരിങ്ങനെ കുറേ ഗ്രാഫിറ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട്. എന്നാലും നശിഞ്ഞിട്ടില്ല. ഇവിടെ കണ്ട ടൈല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഓഫീസ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. മറ്റേ നമ്മളെ ഓഫീസിലൊക്കെ പാർട്ടീഷൻസും ഒക്കെ കൊടുക്കൂലേ, അങ്ങനത്തെ. പക്ഷെ വലിയൊരു ഏരിയ ഉണ്ട് ശരിക്കും. നമ്മൾ ഈ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കില്ല. ഇപ്പോൾ റിസപ്ഷനൊക്കെ ഉണ്ടോ, ആ സോഫാസൊക്കെ എല്ലാം ഡിസ്ട്രോയ്ഡായി. ഇതൊക്കെ അത്യാവശ്യം 2000s ഉള്ളൊരു ആർട്ട് പോലെ ഉണ്ട്. ഭയങ്കര വലിയ ഏരിയ, ഭയങ്കര വലിയ ഏരിയ. ആരെങ്കിലും ഫ്രണ്ട് ഫ്രീ ആണെങ്കിൽ അത് ഒരു ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാം. ഞാനിപ്പോൾ തിരിച്ചല്ലട്ടെ, മമ്മിയാണെങ്കിൽ ആളുടെ ഫ്രണ്ട്. ആൾക്കാരൊക്കെ വന്ന് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നല്ലൊരു പ്ലാനിലവർ ചെയ്തതാണ്. ഈ ഗേറ്റൊക്കെ ശരിക്കും ഫുൾ പൂട്ടിയിട്ടിരിക്കുക. പിന്നെ പാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ശ്രദ്ധിക്കണം. അറിയില്ല കേട്ടോ, ട്രസ്പാസിങ് ആണ്. എന്നാലും ഭയങ്കര വലിയ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ വലിയ പ്രോപ്പർട്ടി. എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യണം. ഇതിപ്പോൾ ഒറ്റയ്ക്ക് കയറി നോക്കണമെന്ന് ശരിയല്ല. അങ്ങനെ എന്നതാ ഗേറ്റ്.